എൻ്റെ വീഡിയോസ് കണ്ട് കൂടുതൽ വന്ന മെസ്സേജും ലവ് സ്റ്റോറി പറയുമെന്നറിഞ്ഞു കേട്ടോ. പക്ഷേ ലവ് സ്റ്റോറി പറയുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ താല്പര്യം ലൈഫ് സ്റ്റോറി പറയാനാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അതിൽ പൊരുതി നേടിയ ഒരുപാട് വിജയമുണ്ട്. എൻ്റെ പ്രണയകഥയുടെ വീഡിയോസ് കണ്ട് ഇൻസ്പയർ ആയി എന്ന് കേൾക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരാളെങ്കിലും എൻ്റെ ജീവിതകഥ കണ്ട് ജീവിതത്തോട് ജയിക്കാൻ തീരുമാനിച്ചു എന്ന് കേൾക്കുന്നതാണ്. ആദ്യം എൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങാല്ലേ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും 18 വർഷം കാത്തിരുന്നുണ്ട് കേട്ടോ ഏട്ടൻ ജനിക്കണേ. അത് കഴിഞ്ഞൊരു 5 വർഷം കഴിഞ്ഞിട്ട് ഞാനും. ഈ 18 വർഷം അമ്മ മച്ചി എന്നുള്ള വിളി ഒരുപാട് കേട്ടിട്ടുണ്ട്. അന്ന് കൈവിടാതെ പിടിച്ചത് അച്ഛനായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അവരിൽ സ്നേഹം നിലനിന്നിരുന്നു. ഓർമ്മ വയ്ക്കുന്ന നാൾ വരെയൊക്കെ എൻ്റെ ലൈഫ് പൊളിയായിരിക്കണം. ഒരു 7ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ കഷ്ടകാലം എൻ്റെ നെറുകിൽ കയറി കുത്തിരുന്നു. പിന്നെ ഞാൻ വീടുമായിട്ട് ബന്ധം കുറവായിരുന്നു കേട്ടോ. രാവിലെ സ്കൂളിൽ പോവും, വൈകുന്നേരം തിരിച്ചു വരും. അച്ഛൻ്റെ ഏട്ടനനിയന്മാരുടെ വീടൊക്കെ അടുത്തടുത്ത വളപ്പിലായതുകൊണ്ട് വൈകുന്നേരം അങ്ങോട്ട് പോയാൽ ഞാൻ കയറി വരുന്നത് 10:30 11 മണിക്കൊക്കെയാണ്. അച്ഛനും അമ്മയും അവരുടെ ലോകത്ത് ഹാപ്പി ആയിരുന്നു കേട്ടോ. കുറേ സങ്കടം ഏട്ടനോട് പറയും. നിനക്ക് ഞാനില്ലടി എന്ന വാക്കാർന്ന് ജീവിക്കാനുള്ള കരുത്ത്. വീടുമായി എന്തോ ബന്ധമില്ലാത്തെന്ന് പറയണില്ല കേട്ടോ. ഇന്നത് കേൾക്കുമ്പോൾ അവരുടെ മനസ്സ് വേദനിക്കരുതല്ലോ.